ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലിട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയണോ? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നു, സന്തോഷത്തോടെ അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ബോട്ടിലാട്ടോട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈഡ് പിക്സ് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ ക്യാപ്പൊന്നും കളയാതെ ഈ ഒരു ടീൽ ബ്ലൂ അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ട് ഈ ബോട്ടിൽ കുറേ ദിവസമായി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ബോട്ടിലാട്ടിന് പറ്റിയതാണെന്ന് തോന്നി ഞാൻ അതങ്ങ് എടുത്ത് കേട്ടോ. അപ്പോൾ ഇതേ ബോട്ടിലിടിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേഗം കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു സൂത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രൂട്ട്സ് നെറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ബാഗ് എന്നൊക്കെ പറയും. നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് കിട്ടുന്നത്. ഇത് കളർ ടൈപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്ന് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സൊക്കെ. ഈ ഒരു സ്പോഞ്ച് ടൈപ്പ് സാധനം കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എന്തോ ഫ്രൂട്ട്സ് അല്ല, ഈ കപ്പ് പോലത്തെ എന്തോ പൊട്ടുന്ന സാധനം ഉണ്ടല്ലോ, സെറാമിക് എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് വെച്ചിരുന്നതാണിത്. അപ്പോൾ ഞാനിത് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് എടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് നമ്മളിത് ആ ഒരു ബോട്ടിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നല്ല ടൈറ്റ് ആയതുകൊണ്ട്, ലൂസാണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല, ടൈറ്റ് ആയതുകൊണ്ട് അതങ്ങനെ കയറി. അപ്പോൾ ഞാനിവിടെ ചണച്ചരട് എടുത്തിട്ടുണ്ട്. ചണച്ചരട് കുറേ ദിവസമായി ഓരോ വീഡിയോ കഴിയുമ്പോഴും ഇങ്ങനെ കൂട്ടിക്കുഴച്ചിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. ഇനിയെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ചരട് എടുത്തിട്ട് ഈ കുപ്പിയുടെ അറ്റം, അതായത് ക്യാപ്പ് മുതൽ നമ്മൾ ആ ഒരു നെറ്റിലെ അതിൻ്റെ അറ്റം വരെ ചുറ്റിക്കൊടുത്തു. ഇനി താഴത്തെ ആ അറ്റവും നമ്മൾ ചുറ്റിക്കൊടുക്കണം. അപ്പോൾ ഈസി പരിപാടിയാണ്. ചണച്ചരടിന് പകരം നിങ്ങൾക്ക് വൂളൻ നൂല് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കോട്ടൺ ത്രെഡ് ഉപയോഗിക്കണമെങ്കിൽ കോട്ടൺ ത്രെഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വൈറ്റ് ത്രെഡില്ല, അതുപോലത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചണച്ചരടിനെ ഒന്ന് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഒന്ന് മെറ്റാലിക് ഷെയ്ഡ് ഏതെങ്കിലും കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഗോൾഡൻ മെറ്റാലിക് കളർ ഞാനിവിടെ ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ചുമ്മാ തൊട്ട് അതിനെ ഒന്ന് കളർ ചെയ്തെടുക്കണം. ബ്രഷ് കൊണ്ടും ചെയ്യാം കേട്ടോ. സ്പോഞ്ചാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ആ ചണച്ചരട് കൂടുതൽ ഭംഗിയായില്ലേ? നല്ലൊരു ഗോൾഡൻ ഫിനിഷ് കൊടുക്കുമ്പോൾ എന്തായാലും ചണച്ചരടിന് ഒരു പ്രത്യേക കളറാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു നെറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 3 എണ്ണേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് കളർ ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ കളയരുത്. കാരണം കളർ ടൈപ്പൊക്കെ കിട്ടിയാൽ നമുക്ക് ഫ്ലവേഴ്സ്, ബോൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഞാൻ ബാക്കി കളയുന്നില്ല, എടുത്ത് വെച്ച് അതവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ത്രെഡ് കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുത്ത് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് 2 ബോളാക്കാൻ പോവാം. അതായത് ഇത് കണ്ടോ, ഈ 2 ഭാഗത്തായിട്ട് ഞാൻ കെട്ടിക്കൊടുത്ത്, സാധാരണ കെട്ടാട്ടോ കെട്ടിക്കൊടുത്ത്. ഞാൻ സാധാരണ നമ്മൾ തയ്ക്കുന്ന നൂലില്ലേ, അത് വെച്ചിട്ടാണ് കെട്ടിക്കൊടുത്തിരിക്കണം. ഞാൻ വൈറ്റ് സ്പോഞ്ച് ആയതുകൊണ്ട് വൈറ്റ് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റമില്ല ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് ആ സെൻറ്റർ ഭാഗത്തായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കൂട്ടി പിടിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ കത്രി കൊണ്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അപ്പോൾ അതൊരു ബോളിൻ്റെ ഷേപ്പിൽ കിട്ടും. പെട്ടെന്ന് പരിപാടി കഴിയും, പെട്ടെന്നുള്ള ഒരു പരിപാടി കേട്ടോ അത്. അപ്പോൾ ഞാനിത് ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കെട്ടിക്കൊടുക്കുന്ന പാകത്തിനായിട്ട് ആ ഒരു 3 എണ്ണം എനിക്ക് പറ്റിയുള്ളൂ, ആ 2 സ്പോഞ്ചിൽ നിന്ന്. അപ്പോൾ ഞാൻ 3 എണ്ണവും ഇതുപോലെ ബോളാക്കി എന്നിട്ട് ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫെവി ബോണ്ട് മതിയെന്ന്. ഫെവി ബോണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഫെവി ബോണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ സ്പോഞ്ചൊന്നും ഫെവിക്കോളിൽ നിൽക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ബോൾസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കളർ കൊടുക്കുന്നവർക്ക് കളർ കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മെറ്റാലിക് ഷെയ്ഡ് നമ്മുടെ ഗോൾഡൻ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ, മൊത്തത്തിൽ ഒന്നും കളർ ചെയ്തിട്ടില്ല. അത് വെറുതെ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ ചുമ്മാ ഒന്ന് ടച്ച് ചെയ്താൽ മതി. കണ്ടോ,
പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഇനി ഈ ഫ്രൂട്ട്സ് നെറ്റ് അതായത് സ്പോഞ്ച് നെറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആരും കളയണ്ട, ഇതുപോലെ ചെയ്തെടുക്കുക. ഈസി പരിപാടിയാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, ഇപ്പോൾ ഈ സെറാമിക് കപ്സൊക്കെ കിട്ടുമ്പോഴും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആരും കളയരുത്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ട്രൈഡ് പിക്സിലോട്ട് പോകാം കേട്ടോ. ഇത് നമ്മുടെ ആൻറ്റി ചെയ്ത വോൾ ഹാങ്ങിങ്സ് ആണ്. ഇത് ആൾ വൂളനൂല് കൊണ്ട് ഫ്ലവേഴ്സ് ചെയ്യും, ഇതുപോലെ വോൾ ഹാങ്ങിങ് ഒരുപാട് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, ആൾ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. ഇത് അനില പ്രമോദ്, നമ്മുടെ ഗീവ് അവേ ഫസ്റ്റ് വിന്നറായിരുന്ന ആളാണ്. ആൾ നന്നായിട്ട് വരയ്ക്കും. ഒരു ക്യാൻവാസ് ബോർഡിൽ വരച്ചിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട് വരച്ചിട്ട്. ഇത് ബീന സുരേഷ് ചെയ്ത ഫ്ലവറാണ്. നമ്മളോട് ഫ്ലവർ മേക്കിംഗ് വീഡിയോസ് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വരും, നമ്മൾ പതുക്കെ ഇടാം കേട്ടോ. ഇത് ഗൗരി എസ് ബാബു ചെയ്ത ഒരു വർക്കാണ്. ആൾ എഴുതി ചെയ്ത ഒരു ബോട്ടിലാട്ടോ ഇത് ആരുഷി ചെയ്ത വർക്കാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുപ്പിയിലെ അത് ചെയ്തിട്ടുണ്ട്. ആൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.